ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയമായിരുന്നു ഡീൽ ആരോപണങ്ങൾ. സി പി എമ്മും ബി ജെ പിയെയും ഡീൽ ആരോപണം ഉന്നയിച്ചുകൊണ്ട് മുമ്പോട്ട് വന്നത് വി ഡി സതീശനും യു ഡി എഫുമാണ്. മീഡിയ വൺ ചാനലാണ്. തുടർന്ന് എസ് ടി പി ഐക്ക് നേരെയും ഡീൽ ആരോപണം ഉന്നയിച്ചു. എസ് ടി പി ഐ സി പി എം ഡീൽ എന്നായിരുന്നു പിന്നീടുള്ള ആരോപണങ്ങൾ. ഇതിൻ്റെയൊക്കെ കേന്ദ്ര ബിന്ദു യു ഡി എഫും അതുപോലെ തന്നെ മീഡിയ വൺ ചാനലുകളും മറ്റു മാധ്യമങ്ങളുമാണ്. യഥാർത്ഥത്തിൽ ഇവിടെ ഡീൽ സംഭവിച്ചിട്ടുണ്ടോ, കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ ഡീൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള ഒരു പ്രസക്തമായ ചോദ്യമാണ് ഇവിടെ ബാക്കിയാവുന്നത്. ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ സുപ്രധാനമായ ചില സംഭവങ്ങൾ നടന്നിരിക്കുകയാണ്. കോഴിക്കോട് നോർത്ത് ബി ജെ പി, കോഴിക്കോട് നോർത്ത് ജില്ലയിൽ ബി ജെ പി സംബന്ധിച്ചിടത്തോളം ചില ബി ജെ പി പ്രവർത്തകർക്കെതിരെ, ബി ജെ പിയുടെ ഉത്തരവാദപ്പെട്ട ആളുകൾക്കെതിരെ ബി ജെ പി അവിടെ നടപടിയെടുത്തിരിക്കുകയാണ്. 2 മണ്ഡലങ്ങളിലാണ് ഇത്തരം നടപടികൾ വന്നിട്ടുള്ളത്. അതിലൊന്ന് വടകര മണ്ഡലം, മറ്റൊന്ന് നാദാപുര മണ്ഡലം. ഒരു 5-6 ആളുകളുടെ പേരുണ്ട്. വടകര മണ്ഡലത്തിൽ വി ഡി വിനീഷ്, എം ഗണേശന്, ശരാജ് പൂരിയാടി. നാദാപുരം മണ്ഡലത്തിൽ രവി മാസ്റ്റർ വെള്ളൂർ, പത്മകുമാർ, പി പി രാജൻ, ബി കെ ബിനീഷ്, ഇങ്ങനെ ഒരു 5-6 ആളുകളുടെ പേരാണ് ഉള്ളത്. അവിടുത്തെ ഇത്രയും ആളുകൾക്കെതിരെ ഗുരുതരമായ സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തിയതിനാൽ താഴെ പറയുന്നവരെ ബി ജെ പിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ അനുമതിയോടെ പുറത്താക്കിയതായി അറിയിക്കുന്നു. അതായത് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പോലും പുറത്താക്കിയിരിക്കുകയാണ്. ഇതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്തരം ഒരു വാർത്ത പുറത്തു വന്നതിന്റെ പശ്ചാത്തലത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന ഡീൽ ആരോപണങ്ങൾ എത്രത്തോളം ശരിയാണ് എന്നുള്ള ഒരു പ്രസക്തമായ ചോദ്യമാണ്. ഇവിടെ നാദാപുരം, പേരാമ്പ്ര, കുറ്റ്യാടി, നാദാപുരം ഈ 3 മണ്ഡലത്തിലാണ് ഇപ്പോൾ ഇവർ മറ്റുള്ളവർക്ക് വോട്ട് മറിച്ചിട്ടുണ്ടാവാനുള്ള സാധ്യതകൾ കാണുന്നത്. അങ്ങനെ വരുമ്പോൾ എൽ ഡി എഫ് കേന്ദ്രങ്ങൾ ആരോപിക്കുന്നത് ഇത് യു ഡി എഫിന് വേണ്ടി അട്ടിമറി വോട്ട് മറിച്ചു കൊടുക്കുന്ന പണിയാണ് ബി ജെ പിയുടെ അടുത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എന്നും ബി ജെ പി യു ഡി എഫ് തമ്മിലുള്ള അന്തർധാര ബന്ധങ്ങളാണ് ഇത്തരം ഒരു നടപടികളിലേക്ക് ഇപ്പോൾ ബി ജെ പി കടന്നതെന്നുമാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. ഈ പേരാമ്പ്രയിലും കുറ്റ്യാടിയിലും നാദാപുരത്തും വിജയിക്കേണ്ടത് യഥാർത്ഥത്തിൽ യു ഡി എഫിന്റെ ആവശ്യമാണ്. അപ്പോൾ അവിടങ്ങളിൽ വോട്ട് ആവശ്യമുള്ളത് യു ഡി എഫിനാണ്. ഇവിടെ പേരാമ്പ്രയിൽ തഹ്ലിയ, കുറ്റ്യാടിയിൽ പാറക്കൽ അബ്ദുള്ള, അതുപോലെ തന്നെ നാദാപുരം ഈ 3 മണ്ഡലങ്ങൾ കോഴിക്കോട് ജില്ലയിൽ വലിയ അട്ടിമറി സാധ്യമായാൽ മാത്രമേ ഒരു ഭരണത്തിലേക്ക് എത്താനുള്ള നമ്പറിലേക്ക് യു ഡി എഫിന് എത്താൻ പറ്റുകയുള്ളൂ. ഈ ഒരു സാഹചര്യത്തിലാണ് അവിടങ്ങളിൽ നിന്നും തന്നെ ഇത്തരം ഒരു ഡീലാരോപണങ്ങൾക്ക് പശ്ചാത്തലത്തിലുണ്ടായ ഈ സംഭവ വികാസങ്ങളെ മാറ്റാൻ, അതായത് ഈ 3 മണ്ഡലങ്ങളിലും എൽ ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റുകളാണ്. ഈ എൽ ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റുകൾ തിരിച്ചു പിടിക്കാൻ യു ഡി എഫ് പല വഴികളും ഈ തെരഞ്ഞെടുപ്പിൽ ആലോചിച്ചിട്ടുണ്ട്. അവരുടെ സ്ഥാനാർത്ഥികൾ മുതൽ മറ്റും അതുമായി ബന്ധപ്പെട്ട പ്രചരണ രീതികൾ മുതൽ ഒരു ന്യൂനപക്ഷ വോട്ടിന്റെ കൺസോൾട്ടേഷൻ മുതൽ സർവ്വ അടവും അവർ പയറ്റിയിരിക്കുകയാണ് യു ഡി എഫ്. പക്ഷെ എന്നിട്ട് പോലും ആ വിജയത്തിലേക്കുള്ള നമ്പർ ചിലപ്പോൾ എത്താൻ കഴിയാത്തത് കൊണ്ടായിരിക്കാം ബി ജെ പിയുടെ വോട്ടുകൾ കൂടി അതിലേക്ക് ചേർക്കപ്പെടാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. ഇപ്പോൾ ബി ജെ പി നടപടിയെടുത്തിരിക്കുന്ന ഗുരുതരമായ അച്ചടക്ക ലംഘനം നടത്തിയതിന് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും 12ഓളം പേരെയാണ് പുറത്താക്കിയിരിക്കുന്നത്. പക്ഷേ ഇന്ന് കോഴിക്കോട് ജില്ലയിൽ ഈ കോഴിക്കോട് നോർത്ത് ജില്ലാ പ്രസിഡന്റിനെതിരെ പരസ്യമായ ബി ജെ പി പ്രവർത്തകരുടെ പ്രകടനമുണ്ടായിരുന്നു, ബി ജെ പിയുടെ കൊടിയൊക്കെ പിടിച്ചുകൊണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് നടക്കുന്നത്? കോഴിക്കോട് ജില്ലയിൽ ഇപ്പോൾ പുറത്തു വന്ന വിവരങ്ങൾ പ്രകാരം എന്താണ് സംഭവിക്കുന്നത് എന്ന് വരും ദിവസങ്ങളിലെ വ്യക്തമാവും, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കഴിയേണ്ടി വരും. എൽ ഡി എഫ് കേന്ദ്രങ്ങൾ ഇപ്പോൾ ആരോപിക്കുന്നത് ഈ 3 മണ്ഡലങ്ങളിലും യു ഡി എഫിന് വേണ്ടി ബി ജെ പി വോട്ട് മറിച്ചു എന്നാണ്. അത്തരത്തിലാണ് ഈ വോട്ട് മറി നടന്നത്. ഈ 3 മണ്ഡലങ്ങളിലും എൽ ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റുകളാണ്, എൽ ഡി എഫിന്റെ പരമ്പരാഗത മണ്ഡലങ്ങളാണ്. ആ മണ്ഡലങ്ങൾ തിരിച്ചു പിടിക്കാൻ വേണ്ടി ആണ് ബി ജെ പിയുടെ അടുക്കൽ നിന്നും ഇത്തരം ഒരു ഡീലിലൂടെ വോട്ട് നേടിയിട്ടുള്ളത് എന്നുള്ള ആരോപണമാണ് എൽ ഡി എഫ് ഉന്നയിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടത് മുതൽ ഇവിടെ നമ്മൾ കണ്ട ഒരു സാഹചര്യം, ആദ്യം ഡീൽ ആരോപണം കൊണ്ടുവരുന്നു, ബി ജെ പി ഡീൽ കൊണ്ടുവരുന്നു, പിന്നീട് എസ് ടി പി ഐ ഡീൽ കൊണ്ടുവരുന്നു. എൽ ഡി എഫുമായി ബന്ധപ്പെട്ട് നിരന്തരമായ ആരോപണങ്ങളാണ് യു ഡി എഫ് ഉയർത്തിക്കൊണ്ടുവന്നത്. ചാനലുകളും മീഡിയ കൊണ്ടും ജമാഅത്ത് ഇസ്ലാമി അധീനതയിലുള്ള മറ്റു ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ടുവന്നത്. അതിനുശേഷം
പിന്നീട് സ്ട്രോങ് റൂം വിവാദവും ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുകയും അതിന്റെ ആനുകൂല്യം LDFന് കിട്ടുന്നു എന്നുള്ള രീതിയിലുള്ള പ്രചരണങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴാണ് അതിന്റെ മറ്റൊരു വശം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഏതായാലും ഈ ഒരു പുകമറ സൃഷ്ടിക്കൽ അല്ലെങ്കിൽ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സമൂഹത്തിന്റെ അന്തരീക്ഷത്തിൽ പലതരം ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ, അതായത് LDF ഇനി വിജയിച്ചാൽ തന്നെ അത് ഡീല് കൊണ്ടാണ് അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൊണ്ടാണ് എന്നുള്ള രീതിയിലേക്ക് ഇതിനെ കൊണ്ടുവരിക എന്നുള്ള ഒരു നയം ആദ്യം മുതൽ UDF സ്വീകരിച്ചിരുന്നോ എന്ന് നമ്മൾക്ക് തോന്നിപ്പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും നിലവിൽ കോഴിക്കോട് ജില്ലയിൽ എന്തൊക്കെയോ ചില ഉള്ളുകളികൾ ചീഞ്ഞു നാറുന്നുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. ഇത്തരത്തിൽ BJP പ്രവർത്തകർക്കെതിരായ നടപടികൾ അതാണ് നമ്മളോട് പറയുന്നുള്ളത്. എന്തുകൊണ്ട് ഇത്രയും BJP പ്രവർത്തകർക്കെതിരെ നടപടിയെടുത്തുവെന്നും അവർ നടത്തിയ അച്ചടക്ക വിരുദ്ധനും ആർക്കാണ് ഈ വോട്ടുകളുടെ ഗുണഭോക്താവായി മാറിയിട്ടുള്ളത് എന്നും പേരാമ്പ്ര, നാദാപുരം, ഈ കുറ്റ്യാടി മണ്ഡലങ്ങൾ പരിശോധിക്കുമ്പോൾ ഇത് ആവശ്യമുള്ള ആളുകൾ UDF ആണ് എന്ന് തന്നെ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അതാണ് കോഴിക്കോട് ജില്ലയിലെങ്കിലും സംഭവിച്ചിരിക്കാനുള്ള സാധ്യതകൾ ഉള്ളത്.